ഈശ്വര, ദേ അഭിയേട്ടൻ. ആരോടും ചോദിക്കാതെ മലയാളക്കരയുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന ആക്ഷൻ ഹീറോ കളപ്പുരയ്ക്കൽ അഭിമന്യുവാണ്. അതെ, എല്ലാരും ഒന്ന് വന്നേ. അഭിമന്യുമായി സംസാരിക്കാനുള്ള ഭാഗ്യം സൗത്ത് ഇന്ത്യൻ ടിവിക്ക് മാത്രമായി ലഭിച്ച പുണ്യം. എന്താ സംയുക്ത? വാ വാ, ദേ നോക്കിയേ. പറയാനുള്ളത് ശരിയാ, പ്രശ്നമുണ്ടായി. പക്ഷെ കണ്ടിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. സർ, അന്ധത ബാധിച്ച ഒരു സമൂഹത്തിൽ നാം നിൽക്കുമ്പോൾ എന്തിനടി കിടന്ന് വിളിച്ചു പോകുന്നേ? അപമാനിക്കപ്പെട്ടാൽ ദേ ടിവിയിൽ അഭിയേട്ടൻ. പ്രതികരിക്കാറില്ല. കണ്ട് ആസ്വദിക്കാനും മൊബൈലിൽ പകർത്തി വൈറലാക്കാനാണ് ഇന്നേറെ പേർക്ക് താല്പര്യം. തികച്ചും വ്യത്യസ്തനായി അങ്ങ് ഇന്ന് കാട്ടിയ ഈ ധൈര്യം, അതേക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്നറിയേണ്ടത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദേ കണ്ടില്ലേ അഭിയേട്ടന്റെ ഇന്റർവ്യൂ? ഇപ്പൊ എന്നെ നിങ്ങളെ ഒക്കെ കാണിക്കും. നോക്കിക്കോ നോക്കിക്കോ. രക്ഷപ്പെട്ട അഭിയേട്ടാ, സംയുക്തയ്ക്ക് അഭിയേട്ടാ, ഈ കൂട്ടത്തിൽ എന്താടി? ആരാണ് സംയുക്ത? ദേ നോക്കിയേ, ടിവിയിൽ അഭിയേട്ടനെ കാണിക്കുന്നു. പറയൂ മാഡം, ഭർത്താവിന്റെ ഈ ഹീറോയിസം ഒരു ഹോ, ഭാര്യയുടെ ഭാഗ്യം. നേരി കാണുന്നതിലെ സുന്ദരന അഭിയേട്ടനെ ടിവി കാണാൻ അല്ലേ ചേച്ചി? ഭാര്യയ്ക്ക് ശാരീരികമായും മാനസികമായും തണൽ നൽകുന്ന ആളാവണം. സംശയം എന്താ? ഹർഷേട്ടന്റെ ഏട്ടനല്ലേ? നിങ്ങൾ പറയുന്ന പോലെ ഞാനൊരു ഭാഗ്യവതിയാണ്. ഒന്ന് ചെലക്കാതെ നിക്കോ, ഇതൊന്ന് കേട്ടോട്ടെ. സ്നേഹിക്കുന്നുണ്ട്. അയ്യോ, ദേ നാത്തൂൻ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അപ്പോ ഈ ജീവിതത്തിൽ മാഡം ഹാപ്പിയാണോ? സൈഡിൽ ഞാനും നിക്കണു. ഞാൻ വീട്ടിലൊന്നും വിളിച്ച് പറയട്ടെ? വേണ്ട. പണക്കാരിയായ ഒരു പെണ്ണാണ്. വേണമെന്നേ, ഇതൊക്കെ ഒരു സന്തോഷല്ലേ? മകൾ സംയുക്ത. എന്റെ അച്ഛൻ ഒരു ആ, ബോട്ട് കണ്ട ഹലോ അമ്മേ, ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ. ന്യൂസ് വെക്ക്, പെട്ടെന്ന് വെക്ക്. ഒരിക്കൽ അഭിമന്യുവിനെ പോലെ ലോകം അറിയുന്ന ഒരു ബിസിനസ്മാൻ എന്നെ വിവാഹം കഴിക്കാൻ കാണിച്ച വലിയ ആ, മനസ്സിന് ഹലോ ജിത്തേട്ടാ, എന്ത് സംതൃപ്തി. ദേ ടിവിയിൽ അഭിയേട്ടൻ. നോക്കിയേ. ഭാര്യയ്ക്ക് വേണ്ട സ്നേഹവും സംരക്ഷണവും മാത്രമല്ല, അവളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനും അഭിയേട്ടൻ എന്നും മുന്നില്ല. ഹലോ സംയുക്തയാ, ദേ ടിവിയിൽ അഭിയേട്ടന്റെ ഇന്റർവ്യൂ നടക്കുന്നു. നീ പറയേണ്ട മറ്റൊരാളുണ്ട്. എന്റെയും അഭിയേട്ടന്റെയും ജീവിതം ഇങ്ങനെ ആക്കി തീർത്ത ഒരാൾ. അടിപൊളി. ആ ഹലോ, അതെ ടിവിയിലെ ന്യൂസ് ഒന്ന് വെച്ച് നോക്കേ, അഭിയേട്ടന്റെ ഇന്റർവ്യൂവാ. ഇന്ന് നിങ്ങൾ കണ്ട ഹൈറ്റ് ചെയ്യാൻ പോലും അഭിയേട്ടന് കരുത്ത് പകർന്ന നല്ല ഒന്നന്തരം ആണ്. അതെ ടിവിയിൽ അഭിയേട്ടന്റെ ഇന്റർവ്യൂ ഉണ്ട്, പെട്ടെന്ന് വെച്ച് നോക്ക്. ആ ശരി. കളപ്പുരയ്ക്കൽ ശർമ്മിള. ഒരാൾക്ക് ധൈര്യം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കയറി വരില്ല. അത് ചെറുപ്രായത്തിൽ വളർന്നു വരണം. അതിന് കാരണം ആ FB-യിൽ പോസ്റ്റ് ചെയ്തു. അറിയാതെ വളർത്തിയ അദ്ദേഹത്തിന്റെ അമ്മയാണ്. ഇദ്ദേഹത്തിന്റെ കമ്പനിയിലെ ജീവനക്കാരിയായ എന്നെ വിവാഹം കഴിക്കുമ്പോ വേണമെങ്കിൽ അടുക്കളയുടെ തടവിൽ എന്നെ ഒരു വീട്ടമ്മയാക്കി ഇദ്ദേഹത്തിന് മാറ്റാമായിരുന്നു. പക്ഷെ അതിന് തയ്യാറാവാതെ ഒപ്പം കൂട്ടി മാർക്കറ്റിംഗ് ഹെഡ് എന്ന പദവിയിൽ നിന്നും മാനേജിംഗ് പാർട്ട്ണറായി പ്രൊമോഷൻ നൽകി. കോംപ്ലക്സ്, ഈഗോ, ഇതൊന്നും ഇദ്ദേഹത്തെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഒരു പെണ്ണ് 100 ജന്മം നോമ്പ് നോക്കണം. ഇന്നോളം എന്നോട് മുഖം കറുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അഭിയേട്ടന്റെ അമ്മയാ അനീതി ടിവിയില് കളപ്പുരയ്ക്കൽ ശർമ്മള സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സുന്ദരിയാ. അതിനിപ്പോ നീ പറഞ്ഞിട്ട് വേണം എന്റെ നാത്തൂൻ അറിയാൻ. ടിവിയിലും നേരിട്ടും എല്ലാം എന്റെ നാത്തു സുന്ദരിയാ. ഇതിപ്പോ അമ്മായിയമ്മമാരെക്കാൾ വലിയ പോര് അപ്പച്ചിയാണല്ലോ. എന്റെ അഭികുട്ട, ഞാനതൊക്കെ ഒരു തമാശ പറഞ്ഞല്ലേ. ഹലോ ഹലോ അഭിമന്യു സാർ, ഞാൻ ഉണ്ണികൃഷ്ണ. ടിവി കണ്ടിരുന്നു. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ. എന്നാലും നിങ്ങൾ ഇത്രയും വലിയ സ്ത്രീ സ്നേഹിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മിസ്റ്റർ അഭിമന്യു, നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എടുക്ക അഭിയേട്ടാ, അഭിനന്ദനങ്ങളാവും. ഹലോ ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. ദേ എനിക്ക് കോള് വരുന്നു. ഹലോ, ഓക്കെ താങ്ക്സ്. ആ ശരി ശരി. ഹലോ, കൺഗ്രാറ്റ്സ് മാഡം. താങ്ക്സ്. हेलो हेलो अभी सर, हमने टीवी में देखा तुझे. बड़े स्मार्ट लग रहे हैं आप. बहुत खुशी आपको देखकर.
आपकी वाइफ संदीता मैडम कैसी है? Anyway, congratulations sir. ശല്യം. ഇവനൊന്നും വേറെ പണിയില്ലേ? ആരെങ്കിലും ഒന്ന് ടിവിയിൽ കണ്ട അപ്പ തുടങ്ങും അസുഖം. അതൊരു നാട്ടു നടപ്പാ അഭികുട്ട. ടിവിയിലും സ്ക്രീനിലും കാണുന്ന എല്ലാവരും മഹാന്മാരെന്ന ആൾക്കാരുടെ വിചാരം. കണ്ടിട്ടില്ലേ റഷ്യയുടെ ആണവ കരാറിനെ കുറിച്ച് സിനിമാ നടിമാരോട് ചാനലുകാർ അഭിപ്രായം ചോദിക്കുന്നത്? അവര് പറഞ്ഞ എല്ലാവർക്കും വിശ്വാസ. അതിന് ഞാനെന്താ സിനിമാ നടനാ? നാളെ ആയിക്കൂടാന്നില്ലല്ലോ. ഈ ഫൈറ്റ് ടിവിയിൽ കണ്ട് ഡയറക്ടർ ജോഷി സാർ എങ്ങാനും അടുത്ത പടത്തിന് വിളിച്ചാലോ? ഒരു സൂപ്പർ സ്റ്റാർ കളപ്പുരക്കിൽ കിടക്കും. അല്ല, ന്യൂസ് കണ്ട് ജിത്തേട്ടൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. ഈ മഹാനായ ഇന്ദ്രജിത്തിനെ ഒന്ന് കാണണമല്ലോ. തിരിച്ചു പോകുന്നതിന് മുമ്പ് എങ്ങോട്ടൊന്ന് വരാൻ പറ. അല്ലേ അഭി? ആ പക്ഷേ ജിത്തേട്ടൻ ഇങ്ങോട്ട് വരും തോന്നുന്നില്ല. അതെന്താ, ഇങ്ങോട്ടേക്ക് വണ്ടി കിട്ടില്ലേ? അയ്യോ, ജിത്തേട്ടൻ വന്നത് 2 ദിവസത്തേക്കാ. കൊച്ചിയിലൊരു ഒഫീഷ്യൽ മീറ്റിന് ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. നീ വിളിച്ചു പറഞ്ഞ ടൈമൊക്കെ കിട്ടും. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ക്ലോസ് അല്ലേ? അല്ല, ഇതുവരെ ഈ പറഞ്ഞ ഇന്ദ്രജിത്തിന്റെ ഒരു ഫോട്ടോ പോലും നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒന്ന് കാണാൻ ആർക്കാണെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ. നീ വിളിക്കടി, നമുക്ക് നോക്കാലോ. അവനാണോ അഭിമോനാണോ സുന്ദരനെന്ന്? അതെന്തിനാ അങ്ങനെ ഒരു കമ്പാരിസൺ? അഭിയേട്ടൻ സംയുക്തയുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാ, അവളുടെ ഭർത്താവാ. ചിത്തേട്ടൻ അവളുടെ ഫ്രണ്ടും. ഈ രണ്ടുപേരെയും തമ്മിൽ താരതമ്യം ചെയ്യണ്ട. അഭിയേട്ടാ, എന്താ? ഞാൻ ജിത്തേട്ടനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കട്ടെ. എന്താന്ന് വെച്ചാ ചെയ്യാം. നീ വിളിക്കടി, പുള്ളി വരട്ടെ. അല്ല, അഭിയേട്ടന് അഭിയേട്ടൻ സമ്മതിച്ചല്ലോ അല്ലേ അപ്പച്ചി അമ്മമാരെ? വിളിക്കല്ലേ? വിളിക്കടി. നമ്മുടെ സെറ്റപ്പ് അങ്ങ് പാരീസ് വരെ ഉണ്ടെന്ന് ഇവിടെയുള്ളവരൊക്കെ ഒന്ന് അറിയട്ടെ. വിളിക്കട്ടെ അപ്പച്ചി? ഓ, അഭിനന്ദനങ്ങളാ. ഹലോ. താങ്ക് യു. കണ്ടായിരുന്നോ? വരട്ടെ, അവനിങ്ങ് വരട്ടെ. കളി ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താ മുഖമല്ലാതിരിക്കുന്ന? എന്റെ മുഖം എങ്ങനെയാ? അല്ലല്ലോ, ഇതല്ലാത്ത മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. ആ, ഇപ്പൊ എങ്ങനെയാ? അതിന്റെ കാരണമാ ഞാൻ ചോദിച്ചു. വേറെന്താ? നീ തന്നെയാ? ഞാനോ? അതെ. നീ എന്തിനാടി ആ ഇന്ദ്രയത്തെന്ന് പറഞ്ഞവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ജിത്തേട്ടൻ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്. അത് തെറ്റാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്തു തെറ്റ്? എനിക്ക് അവനെ ഇഷ്ടമല്ല. അഭിയേട്ടന് ഇഷ്ടമല്ലെന്ന് വെച്ചാൽ അതെങ്ങനെയാ തെറ്റാവുന്നത്? എന്റെ ശരിതെറ്റുകൾ നീ നോക്കണ്ട. അവനിവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞാ പാടില്ല. ജിത്തേട്ടനെ അഭിയേട്ടൻ ഇത്രയ്ക്ക് വെറുക്കാൻ കാരണം എന്താ? അവനോട് എനിക്ക് സ്നേഹം തോന്നാൻ കാര്യം എന്താ? ജിത്തേട്ടൻ എന്റെ ഫ്രണ്ട്, അത് തന്നെ. എനിക്ക് അവനോടുള്ള ശത്രുതയ്ക്ക് ഏക കാരണം അത് തന്നെയാ. ആയിക്കോ, പക്ഷേ എന്റെ ഫ്രണ്ടിനെ ഞാൻ സ്നേഹിക്കണ്ടേ? എന്ത് ഫ്രണ്ട്? ഒരു പ്രശ്നം വരുമ്പോ നടുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനാണോ ഫ്രണ്ട്? ഫ്രണ്ട് എന്ന് പറയുന്നവൻ ഏത് കൊടുങ്കാറ്റിലും പേമാരിയിലും കൂടെ നിൽക്കുന്നവനാ. സ്വന്തം ജീവൻ കൊടുത്തും കൂട്ടുകാരെ രക്ഷിക്കുന്നവനാ. അല്ലാതെ നിന്റെ ജിത്തേട്ടനെ പോലെ സ്വന്തം തടി നോക്കി ഓടി രക്ഷപ്പെടുന്നവനല്ല. ആരും ആരുടെയും രക്ഷകരൊന്നുമല്ല അഭിയേട്ട. എന്തിന്? അഭിയേട്ടൻ പോലും 1 വർഷത്തിനുള്ളിൽ എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവല്ലേ?
എന്ന് വെച്ച് അഭിയേട്ടൻ ഒരു നല്ല മനുഷ്യനല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും എല്ലാം ഉപേക്ഷിച്ച് പോവേണ്ടവരല്ലേ അഭിയേട്ടൻ നമ്മള്? തുടങ്ങിയോ ഫിലോസഫി? അല്ല, യാഥാർത്ഥ്യം. പെറ്റമ്മയും കൂടപ്പിറപ്പുകളും എന്തിന് നമ്മൾ പോലും നമുക്ക് സ്വന്തം അല്ലല്ലോ അഭിയേട്ട. അവസാന സ്റ്റേഷൻ ഒരിക്കലും വരാത്ത അന്തം വിട്ടോടുന്ന തീവണ്ടിയാ ജീവിതം. ആരൊക്കെയോ കയറുന്നു, ആരൊക്കെയോ ഇറങ്ങുന്നു. ആർക്കും ആരെയും തടുത്തു നിർത്താൻ പറ്റില്ല. ആരും ആർക്കും സ്വന്തവും അല്ല. ഇനി നീ വാ തുറന്നാ അടിച്ച അണപ്പല്ല ഞാൻ താഴെയിടും. മനുഷ്യൻ ക്ഷമിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. അതിന് ഞാൻ എന്താ തെറ്റാ പറഞ്ഞ? നീ തെറ്റ് മാത്രമേ പറയാറുള്ളൂ. നമ്മുടെ തെറ്റ് മറ്റുള്ളവരുടെ ശരിയാന്ന് ജിത്തേട്ടൻ എപ്പോഴും പറയും. അവളുടെ ഒരു ജിത്തേട്ടൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ല വായ നോക്കിയുള്ളതായിട്ട് എന്നെ കമ്പയർ ചെയ്താണ്ടല്ലോ. എനിക്ക് ഞാൻ ആവാനേ പറ്റൂ. I am the master of my own thoughts. My mind will only obey me. Hope you got it. അഭിയേട്ട എന്താ മറന്നു അല്ലേ? എന്ത് നിനക്കിട്ടൊന്ന് തരാനോ? അതല്ല, ആ കലണ്ടറിൽ മാർക്ക് ചെയ്യാൻ. സന്തോഷായോ? ഞാൻ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം അഭിയേട്ട. എന്റെ സ്നേഹം തിരിച്ചറിയണം. എന്താണ് നോക്കുന്നേ? ഒന്നുമില്ല. എന്നാ ലൈറ്റ് അണച്ച് കിടന്നൂടെ? വെറുപ്പിന്റെ മേൽമൂടിക്കടിയിൽ എന്നോടുള്ള അടങ്ങാത്ത സ്നേഹമുണ്ടെന്ന് വെറുതെങ്കിലും ഞാൻ വിശ്വസിക്കാതെ. ആ വെറും വിശ്വാസമെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ സംയുക്തയില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ജിത്തേട്ടൻ വരും, ഈ കൺമുന്നിൽ ഞാൻ വരുത്തും. ഈ സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രുതി പറഞ്ഞതുപോലെ ഈ ഉള്ളിലെ പൊസസീവ്നെസ് പുറത്തു ചാടിക്കാൻ ഇന്ദ്രജിത്തിനെ അല്ല, ഏത് ദേവേന്ദ്രനെയും ഞാൻ കൊണ്ടുവരും. നേരത്തെ എഴുന്നേറ്റ് പോയോ? നന്നായി. ആ തിരുമുഖം കാണാതെ ഒരു ദിവസമെങ്കിലും ഉണരാലോ. അയ്യോ, ഞാനാണോ ഉണരാൻ വൈകി? 7:20. 10 മണിക്കെങ്കിലും ഓഫീസിലെത്തണം. അഭേട്ടാ, ഒരു സെക്കൻഡ്. ഇനി ഈ ഡ്രസ് ഇട്ട് വന്നാ മതി. ഇതേതാ? ഞാൻ അഭേട്ടന് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റാ. ഗിഫ്റ്റോ? അതെ, ഗുണ്ടകളിൽ നിന്നും എന്നെ രക്ഷിച്ചെന്ന്
മീഡിയയിൽ വൈറലായ എന്റെ ഹീറോയ്ക്കുള്ള എന്റെ സമ്മാനം. സോറി, ഞാൻ ഇത്തരം ഗിഫ്റ്റുകളൊന്നും വാങ്ങാറില്ല, പ്രത്യേകിച്ചും നിന്റെ കയ്യിൽ നിന്ന്. പിന്നെ നിന്നെ രക്ഷിച്ചത് അതെനിക്ക് നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നുമല്ല. നിന്റെ സ്ഥാനത്ത് ഏത് പെണ്ണാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യും. അപ്പൊ സ്ത്രീ വിരോധമൊക്കെ മാറി അല്ലേ? എന്താടി? അല്ല, ഞാൻ ഈ ഗിഫ്റ്റ് തരുന്നത് പ്രത്യേക സ്നേഹം കൊണ്ടാണെന്നൊന്നും വിചാരിക്കണ്ട. എന്നെ രക്ഷിച്ചത് ഏത് പുരുഷനാണെങ്കിലും ഞാൻ അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ കൂട്ടിയാ മതി. ദാ. അങ്ങനെയും കൂട്ടുന്നില്ല. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. മിഴിച്ച് കഥ വേഗം ഓഫീസിലേക്ക് വരാൻ നോക്ക്. ജിത്തേട്ടനാ? ഹലോ ജിത്തേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ പോവായിരുന്നു. എന്റെ ഹസ്ബൻഡ് വൈറലായ കാര്യം അറിയാലോ. ഞാൻ പുള്ളിക്ക് കാലത്തൊരു ഷർട്ട് ഗിഫ്റ്റ് കൊടുത്തു, പക്ഷെ മേടിച്ചില്ല. സങ്കടമായിപ്പോയി. നീ എന്തിനാ ഇതൊക്കെ അവനെ വിളിച്ചു പറയുന്നത്? ഐഡിയയോ? എന്ത് ഐഡിയ? പറ വേഗം പറ. ആണോ? ശരി. കൊള്ളാലോ. സൂപ്പർ ജിത്തേട്ടാ. താങ്ക് യു സോ മച്ച്. ശരി ജിത്തേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. ഓഫീസിൽ പോവാൻ നേരമായി. നിക്കടെ. എന്താ? എന്താടി അവൻ പറഞ്ഞ ഐഡിയ? അതൊക്കെ എന്തിനാ അഭിയേട്ടൻ അറിയുന്നേ? ഞാനല്ലാതെ പിന്നെ നിന്റെ കാര്യങ്ങൾ ആരാ അറിയണേ? അതിന് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? അത് നിനക്കറിയില്ലേ? എനിക്കറിയാം, പക്ഷെ അറിയേണ്ടവരറിയുന്നില്ലല്ലോ. പറ, ഞാൻ നിങ്ങളുടെ ആരാ? ഈ നാവ് കൊണ്ട് എനിക്കത് കേൾക്കണം. അപ്പൊ ജിത്തേട്ടൻ പറഞ്ഞെന്ന ഐഡിയയും ഞാൻ പറയാം. പറയിക്കും. ഈ അഭിയേട്ടനെ കൊണ്ട് ഞാൻ പറയിക്കും, സംയുക്ത നീ എന്റെ പെണ്ണാന്ന്. നിനക്ക് ചിരിക്കാം, കത്തുന്നത് എന്റെ നെഞ്ചോ. എങ്ങാനും പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്ക്. ഞാൻ നടത്തിയതൊരു ടെസ്റ്റ് അടി. പിടിക്കപ്പെടുവോന്ന് അറിയാനുള്ളൊരു ടെസ്റ്റ്. ഇല്ലെന്നിപ്പൊ ബോധ്യമായല്ലോ. ഇനിയിപ്പൊ ധൈര്യമായിട്ട് നാളെ നിനക്ക് വീട്ടിൽ വരാം. അത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ ഒരു ഭാഗ്യത്തിന് നൂൽ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു എന്ന് വെച്ച് എന്നെ കൊണ്ടൊന്നും വയ്യ റിസ്ക് എടുക്കാൻ. എന്നാ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും. എന്റെ സംയുക്തെ, ഞാൻ ആ വിഗും മീശയൊക്കെ വാടകയ്ക്ക് എടുത്തതാ. അത് ഞാൻ തിരിച്ചു കൊടുത്തു. വീണ്ടും എടുക്കണം. വാടകയൊക്കെ ഞാൻ തരാം. വാടകയല്ല പ്രശ്നം. എന്നെ കൊണ്ടിനി ആൺവേഷം കെട്ടാൻ വയ്യ. ആണുങ്ങൾ എങ്ങനെയാടി ഈ ജീൻസും ജാക്കറ്റും ഒക്കെ ഇടുന്നത്? എന്തൊരു പുകിലാടി. ഇന്നലെ വഴിയിൽ ഞാൻ ഊരി കളഞ്ഞാലോന്ന് വെച്ചതാ. വല്ല ചാനലുകാരും കണ്ടാലേ തുണി ഊരെല്ലാം നിന്റെ ഫെമിനിസ്റ്റ് പ്രതികരണമാണെന്ന് പറഞ്ഞ് നിന്നെ വൈറലാക്കിയേനെ. ദേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ വെന്ത് നിൽക്കുമ്പോ വളിച്ച കോമഡി പറയരുതെന്ന്. ഒരുപാട് ട്രാജഡികൾക്കിടയിൽ വല്ലപ്പോഴും പറയുന്ന കോമഡികൾ വളിച്ചതാണോ വളിക്കാത്തതാണോന്ന് ഞാൻ നോക്കാറില്ല ശ്രുതി. കോമാളി വേഷം കെട്ടി എന്തിനാ ഈ പെണ്ണിങ്ങനെ ഒരുത്തന്റെ പുറകെ നടക്കുന്നതെന്ന് കാണുന്നവർക്ക് തോന്നും. പക്ഷെ എന്റെ ഉള്ളിലെ പിടച്ചിൽ അതെനിക്കല്ലേ അറിയൂ. ഞാൻ കരഞ്ഞോണ്ട് ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന് അറിയൂടി. സംയുക്ത, അറിയാം, നോവിക്കാൻ പറഞ്ഞതല്ല. നിന്റെ നന്മയും ഉദ്ദേശശുദ്ധിയും അറിയാവുന്നതുകൊണ്ടാ
ഞാൻ ഏത് നായ്ക്കോലം കെട്ടാനും തയ്യാറാവുന്നത്. നീ വിഷമിക്കണ്ട. ഒരിക്കൽ കൂടി ഞാൻ നിനക്ക് വേണ്ടി ആൾമാറാട്ടം നടത്താം. ഇന്ദ്രജിത്ത് ആവാം. പോരെ? പക്ഷേ അഭിസാറിന്റെ മുന്നിൽ വരുന്ന കാര്യം ഓർക്കുമ്പോഴാ. അയ്യോ അഭിയേട്ടൻ, ഇതാ രണ്ടുപേരും കൂടി ഒരു ഡിസ്കഷൻ. അത് നീ വേണ്ട ശ്രുതി പറ. ഇവളെന്താ നിന്നെ തടഞ്ഞു നിർത്തി ഹരാസ് ചെയ്യായിരുന്നു? അയ്യോ അല്ല സർ, മാഡം എന്നോട് ഞങ്ങളെ ഓർക്കാപ്പുറത്ത് കണ്ടപ്പോ കണ്ടപ്പോ